ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ച ഒരു ചാനലാണ്. അപ്പം അലീനയുടെയും മനുവിൻ്റെയും കഥ മാത്രമായിരിക്കും നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടും റിയൽ വിശേഷമായിട്ടും പ്രമോ വിശേഷമായിട്ടും എല്ലാ ദിവസവും ഇനി മുതൽ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. രസകരമാകുന്ന രീതിയിൽ മുൻപോട്ട് പോകുന്ന അലീനയുടെ കഥയിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടല്ലോ. അലീനയോടുള്ള കോപം, താൻ ഇത്രയും കടിച്ചമർത്തി നിൽക്കുന്ന വൈജയന്തി ഒടുവിൽ തൻ്റെ കൈ അലീനയുടെ കരണത്ത് പതിക്കുകയും അത് വലിയൊരു തിരിച്ചടിയായി അത് നമ്മുടെ ബാലചന്ദ്രൻ്റെ ഒക്കെ വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നൊരു ഭാഗം കണ്ട് അതിനുശേഷം വന്ന് തൻ്റെ സഹോദരനായി ഗംഗാധരനോടും അതുപോലെ ചേട്ടത്തെയായ മാലതിയോടും ന്യായീകരണങ്ങൾ പറയുന്നു. ഇതിനിടയിൽ ഇവർ മാക്സിമം വൈജയന്തിയെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വൈജയന്തി ആയിക്കോട്ടെ ഈ വെടികൊണ്ട പന്നിയെപ്പോലെ ലക്കും ലഹാനവുമില്ലാതെ എടുത്തു ചാടുന്ന ചില ഭാഗങ്ങളൊക്കെയോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അവസാന ഭാഗത്ത് കണ്ട് അതിന് പ്രതിഫലം കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ ചേട്ടനായ ഗംഗാധരനോട് പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ അഭിഹിതത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഗംഗാധരൻ ഇത്രയും നേരം പിടിച്ചു നിന്ന ആ ദേഷ്യമെല്ലാം നമ്മുടെ വൈജയന്തി അലീനയ്ക്കിട്ട് എങ്ങനെയാണോ നമ്മുടെ വൈജയന്തി അടിച്ചത് അതേ രീതിയിൽ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കുന്നതോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്നാൽ നാളെ അത് മാത്രമല്ല, ഗംഗാധരൻ പറയുന്നുണ്ട്, നിൻ്റെ ആഗ്രയിലെ മുണ്ടിപ്പോകരുത്, നിൻ്റെ ആഗ്രയിലെ ചരിത്രങ്ങൾ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ, നിൻ്റെ മക്കളറിഞ്ഞാൽ നിൻ്റെ മക്കൾ തന്നെ നിന്നെ എടുത്ത് വെളിയിലെറിയും, അത് നീ ഓർത്തോണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡൗണായി പോകുന്ന, അല്ലെങ്കിൽ എന്ത് പറയണമെന്ന് ആ ചോദ്യത്തിന് മുൻപിൽ എന്ത് പറയണമെന്ന് അറിയാൻ നിൽക്കുന്ന വൈജയന്തിനെയൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും വൈജയന്തിക്കുള്ള ഒരു വലിയ തിരിച്ചടി കിട്ടിയ ദിവസമാണ് ഇന്ന്. ഈ വൈജയന്തിക്കിട്ട് അടിക്കുന്നത് കണ്ടു നിൽക്കാൻ മാത്രമേ തൻ്റെ മക്കളായ കൃഷ്ണമോൾക്കും ബബിതയ്ക്കും ഒക്കെ ഹരിക്കും ഒക്കെ പറ്റിയുള്ളൂ. പക്ഷെ പിടിച്ചു മാറ്റുവാനും പോലും പറ്റാത്ത ചില അവസ്ഥയിൽ നിൽക്കുന്ന ഒടുവിൽ തൻ്റെ അങ്കിളിനോട് വന്ന് പറയുകയാണ്, അമ്മ പറഞ്ഞ് ശരിയല്ലേ അങ്കിളെ, ഇവള് വന്നത് പിന്നെ ബബിതയാട്ടോ ബബിത പറയാണ്, ഇവള് വന്നേ പിന്നെയല്ലേ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്, അതുവരെ എല്ലാം ശാന്തമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണോ. അതും ബബിതയുടെ മറ്റൊരു കളിയാണ്. കാരണം ബബിതയുടെ പല കള്ളക്കളികളും അലീന കണ്ടുപിടിക്കുകയും അതുപോലെ ബബിതയുടെയും ഹരിയുടെയൊക്കെ പല കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്ന ഒരാൾ വന്നത് അവരുടെ ഫുൾ സ്വാതന്ത്ര്യം പോയതും ബബിതയ്ക്ക് വളരെ അമർഷം അലീനയുടെ ഉണ്ട്. എന്നാൽ നമ്മുടെ കൃഷ്ണമോളാകട്ടെ നമ്മുടെ അലീനയെ ചേർത്ത് നിർത്തുന്നതൊക്കെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും അവർ തമ്മിലുള്ള സാഹോദര്യ ബന്ധം കൂടുതൽ അടിയുറച്ച് നിൽക്കുന്ന. ഇതിനുശേഷം നമ്മുടെ ഗംഗനും അതുപോലെ മാലതിയൊക്കെ പോകുവാൻ തയ്യാറാകുകയാട്ടോ. അങ്ങനെ എന്തായാലും ഗംഗാധരനും മാലതിയും കൂടെ ബാലചന്ദ്രൻ്റെ മുറിയിലെത്തുന്നു. ആശ്വാസവാക്കുകൾ പറയുവാനും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ചകളായിരുന്നു. ആശ്വാസവാക്കുകൾ കൊണ്ടൊന്നും ഈ ബാലചന്ദ്രനെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം നാളത്തെ എപ്പിസോഡിലുണ്ട്. കാരണം ബാലചന്ദ്രൻ രൗദ്രരൂപത്തിൽ തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമായ തോക്ക് ചൂണ്ടി എല്ലാത്തിനെയും കൊല്ലും, എന്നെ ആരും ഉപദേശിക്കാനും വരണ്ട, എല്ലാത്തിനെയും എനിക്കെൻ്റെ കാര്യം അറിയാം, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും എനിക്കറിയാം, ആരുടെയും ഉപദേശം വേണ്ട എന്ന് പറയുകയും അങ്ങനെ തൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ഒരു കൊലവിളി നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഇതിനിടയിൽ നമ്മുടെ അലീനയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇട്ടിട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന ഒന്നിനും പറ്റാത്ത ചില അവസ്ഥയിലൂടെ നീങ്ങിപ്പോകുന്ന ഒരു ഭാഗമൊക്കെയാണ് നമുക്ക് നാളത്തെ പ്രമോ വിശേഷത്തിലൊക്കെ കാണാൻ പറ്റുന്നത്. എന്തായാലും വീണ്ടും നാളത്തെ വിശേഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.